100%, 100%-ത്തിൽ കൂടുതൽ. കാരണം ഇത് വ്യക്തിപരമായൊരു ആത്മവിശ്വാസത്തിൻ്റെ മാത്രം പ്രശ്നമല്ല. കേരളത്തിലിപ്പോൾ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി തന്നെ കേരളത്തിലെ ഗവൺമെൻറ്റിന് അനുകൂലമായൊരു അഭിപ്രായം ശക്തിപ്പെട്ടു വരുന്നുണ്ട്. അത് സത്യത്തിൽ രാഷ്ട്രീയമായ ഒരു അഭിപ്രായം മാത്രമല്ല, ജനങ്ങളുടെ അനുഭവത്തിൽ നിന്നും ഉയർന്നു വരുന്ന ഒരു ബോധ്യമാണ്. രാഷ്ട്രീയമായി ഞങ്ങളെ എതിർക്കുകയും വിമർശിക്കുകയും ചെയ്യുന്നവർ പോലും ഈ ഗവൺമെൻറ്റിൻ്റെ വികസന കാഴ്ചപ്പാടുകൾ നാടിന് ഗുണമാണ് എന്ന് തിരിച്ചറിയുന്നുണ്ട്. സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങൾ, ജനക്ഷേമ പദ്ധതികൾ ഇതെല്ലാം തുടരേണ്ടതാണ് എന്ന് ജനം ചിന്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വീണ്ടും ഒരിക്കൽ കൂടി LDF അധികാരത്തിൽ വരണം എന്നാഗ്രഹിക്കുന്ന കേരളീയ ജനതയുടെ ഇച്ഛയുടെ പ്രതിഫലനമായിരിക്കും നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിൽ ഉണ്ടാവുക എന്നാണ് ഞങ്ങൾ കരുതുന്നത്. ഓക്കെ, ഞാൻ രാത്രി തന്നെ ഇവിടുന്ന് പുറപ്പെടും. വേറെ 1-2 പേരെ കാണേണ്ടതുണ്ട്. അങ്ങനെ പോകും. നാളെ നിലമ്പൂരിലെത്തും. നാളെ അവിടെ എന്തൊക്കെയാണ് തീരുമാനിച്ചിട്ടുള്ളതെന്ന് അറിയില്ല. അവിടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഇലക്ഷൻ കമ്മിറ്റിയാണ് പ്ലാൻ ചെയ്യുന്നത്. നാളെ 10 മണിയോടെ നിലമ്പൂരെത്തും. അല്ല, ഞങ്ങൾ വിവിധ ഘടകങ്ങൾ ചർച്ച ചെയ്താണല്ലോ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ വ്യക്തിപരമായി അങ്ങനെ പ്രതീക്ഷയുടെയോ പ്രതീക്ഷാരാഹിത്യത്തിൻ്റെയോ പ്രശ്നമില്ല. പാർട്ടി ഒരു നിലപാട് സ്വീകരിക്കുന്നു, ഒരു ചുമതല, ഒരു ഉത്തരവാദിത്വം ഏൽപ്പിക്കുന്നു. ആ ഉത്തരവാദിത്വം ഭംഗിയായി ആത്മവിശ്വാസത്തോടെ ഏറ്റെടുത്ത് നമ്മൾ മുന്നോട്ട് പോകും. കേരളത്തിലെ ജനങ്ങൾ ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കും. അവർ ശരിയായ വിധിയെടുത്ത് നടത്തുകയും ചെയ്യും. ഓക്കെ.